എൻഡോസൾഫാൻ ചർച്ച പരാജയപ്പെട്ടതായി വി.എസ്. അച്യുതാനന്ദൻ. രാവിലെ ക്ലിഫ് ഹൌസിൽ അല്പം മുമ്പ് ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയുമായി ഈ വിഷയം ചർച്ച ചെയ്തിരുന്നു. ചർച്ച തെറ്റിപ്പിരിഞ്ഞതായാണ് വി.എസ്. പറഞ്ഞത്. ഫെബ്രുവരി 2-ന് വീണ്ടും ചർച്ച നടത്തുമെന്നും വി.എസ്. പറഞ്ഞു. വിവരങ്ങളുമായി ജിതിൻ ചന്ദ്രൻ ചേരുന്നുണ്ട്. ജിതിൻ, വിശദാംശങ്ങൾ. സൗമ്യ, എൻഡോസൾഫാൻ ദുരന്ത ബാധിതർ 3 ദിവസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്തിവരുന്ന പട്ടിണി സമരത്തെ തുടർന്നാണ് സമരം ഒത്തുതീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ചർച്ച നടത്താൻ പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ രാവിലെ 8 മണിയോടുകൂടി ക്ലിഫ് ഹൌസിലെത്തി മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ ഇക്കാര്യത്തിൽ ഒരു തീരുമാനവും ഉണ്ടായില്ല എന്നാണ് അല്പസമയം മുമ്പ് ചർച്ചയ്ക്ക് ശേഷം കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇറങ്ങിവന്ന പ്രതിപക്ഷ നേതാവ് മാധ്യമങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. ചർച്ച തെറ്റിപ്പിരിഞ്ഞു എന്ന വാക്കാണ് പ്രതിപക്ഷ നേതാവ് ഉപയോഗിച്ചത്. സമരക്കാർക്ക് അനുകൂലമായ തരത്തിലുള്ള ഒരു തീരുമാനവും ഉണ്ടായില്ല. സമരക്കാരുടെ കാര്യമായ ആവശ്യങ്ങളൊന്നും തന്നെ ചർച്ചയിൽ അംഗീകരിക്കപ്പെട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാര്യമായി എൻഡോസൾഫാൻ ദുരന്തത്തിന് ഇരയായ കാര്യമായ ദുരന്തബാധിതർക്ക് 5 ലക്ഷം രൂപയും ഒപ്പം തന്നെ അനുബന്ധ രോഗങ്ങൾക്കും മറ്റും രോഗങ്ങൾ മറ്റും ബാധിച്ചവർക്ക് 3 ലക്ഷം രൂപയും എന്ന ആവശ്യമായിരുന്നു മനുഷ്യാവകാശ കമ്മീഷൻ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ എൻഡോസൾഫാൻ ദുരന്തബാധിതർ പ്രധാനമായും ഉന്നയിച്ചത്. ഒപ്പം തന്നെ 11 പഞ്ചായത്തുകൾ മാത്രമേ നിലവിൽ ഇത്തരത്തിലുള്ള ചികിത്സാ സഹായവും ഇത്തരത്തിലുള്ള ധനസഹായവും നൽകാനാകൂ എന്നാണ് നിലവിൽ സർക്കാർ നിലപാട്. എന്നാൽ അത് എല്ലാ ദുരന്തബാധിതരുള്ള എല്ലാ പഞ്ചായത്തുകളിലേക്കും വ്യാപിപ്പിക്കണമെന്ന ഒരു ആവശ്യമാണ് എൻഡോസൾഫാൻ ദുരന്തബാധിതർ മുന്നോട്ട് വെക്കുന്നത്. ഈ 2 ആവശ്യങ്ങളുമാണ് പ്രധാനമായും ചർച്ചയിൽ തീരുമാനമാകാതെ പിരിയാനുള്ള പ്രധാന 2 കാരണങ്ങൾ ഇതാണ്. ഒപ്പം തന്നെ നേരത്തെ സർക്കാർ വാഗ്ദാനം ചെയ്ത പല സഹായങ്ങളും ഇതുവരെയും എൻഡോസൾഫാൻ ദുരന്തബാധിതർക്കൊന്നും കിട്ടിയിട്ടില്ല. ഈ സാഹചര്യത്തിലാണ് വീണ്ടും എൻഡോസൾഫാൻ ദുരന്തബാധിതർ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി അമ്മമാരും കുട്ടികളും അടക്കമുള്ള എൻഡോസൾഫാൻ ദുരന്തബാധിതർ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി അനിശ്ചിതകാല പട്ടിണി സമരം നടത്തിയത്. ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദൻ അവിടെ സമരപന്തലിലെത്തി അവരെ സന്ദർശിക്കുകയുണ്ടായി. അപ്പോഴാണ് അദ്ദേഹം മുഖ്യമന്ത്രിയുമായി നേരിൽ ഫോണിൽ ബന്ധപ്പെട്ട് ഉടൻ തന്നെ ഇവരുടെ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടത്. തുടർന്ന് മുഖ്യമന്ത്രി ഇന്ന് തന്നെ ചർച്ച നടത്താമെന്ന് പ്രതിപക്ഷ നേതാവിന് ഉറപ്പ് നൽകുകയായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇന്ന് രാവിലെ ക്ലിഫ് ഹൌസിലെത്തി പ്രതിപക്ഷ നേതാവ് സി.എമ്മുമായി കൂടിക്കാഴ്ച നടത്തിയത്. എന്നാൽ സമരക്കാർക്ക് അനുകൂലമായ തരത്തിലുള്ള യാതൊരു തീരുമാനവും ഉണ്ടായിട്ടില്ല. ഒപ്പം തന്നെ ഫെബ്രുവരി 3-ന് വീണ്ടും ചർച്ച നടത്താമെന്നൊരു ഉറപ്പാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്നത്. അന്ന് തീരുമാനമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷ നേതാവും ഒപ്പം തന്നെ സമരസമിതി നേതാക്കളും എല്ലാം പോയിരിക്കുന്നത്. അന്ന് വീണ്ടും ചർച്ച നടത്തി സമരക്കാർക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ സമരം ശക്തമാക്കുക എന്ന തീരുമാനമാണ് നേരത്തെ തന്നെ സമരക്കാർ കൈക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ അവരുടെ കൂടെ അനിശ്ചിതകാല സമരം ഇരിക്കുന്നതടക്കമുള്ള തീരുമാനങ്ങൾ പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദനും എടുത്തേക്കും അദ്ദേഹം ഇന്നലെ തന്നെ ഇക്കാര്യം സൂചിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. എന്തായാലും എൻഡോസൾഫാൻ സമരം ഒത്തുതീർപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ച പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുകയാണ്. സൗമ്യ, ജിതൻ, ഒരുപക്ഷെ സ്ഥിതി കൂടുതൽ ഗൗരവതരമാണ്. ഇരകൾ അമ്മമാരെ ഉൾപ്പെടെയുള്ളവർ സെക്രട്ടറിയേറ്റിന് മുന്നിൽ പട്ടിണി സമരം ആരംഭിച്ചിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത്രത്തോളം ഗൗരവതരമായി കാണേണ്ട വിഷയമാണ്. നിലവിലെ സാഹചര്യത്തിൽ അത് വേണ്ട വിധത്തിൽ പരിഗണിക്കപ്പെടുന്നില്ല എന്ന പൊതുവായ ഒരു അഭിപ്രായമാണോ വി.എസ്. പങ്കുവച്ചത്? തീർച്ചയായും സൗമ്യ, വളരെ ദയനീയമായ സ്ഥിതിയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിലെ എൻഡോസൾഫാൻ ദുരന്തബാധിതരുടെ സമരപന്തലിൽ നിന്ന് നമുക്ക് കാണാനാവുക. നമുക്കറിയാം, വർഷങ്ങളായി അവർ വലിയ ദുരിതം കാസർഗോഡ് എൻഡോസൾഫാൻ ദുരന്തബാധിതരെല്ലാം തന്നെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു. അന്ന് സർക്കാർ പല സമയങ്ങളിലായി അവർ നടത്തിയ സമരങ്ങളിൽ സെക്രട്ടേറിയറ്റിന് മുന്നിലും ഒപ്പം തന്നെ ക്ലിഫ് ഹൌസിന് മുന്നിലേക്ക് വരെ വ്യാപിച്ച എൻഡോസൾഫാൻ ദുരന്തബാധിതരുടെ സമയങ്ങളിലെല്ലാം തന്നെ ചർച്ച നടത്തിക്കൊണ്ട് അവർക്ക് വലിയ വാഗ്ദാനങ്ങൾ സർക്കാർ അന്നു മുതൽ തന്നെ നൽകിയിരുന്നു. അവരുടെ പ്രശ്നങ്ങളെല്ലാം പരിഹരിക്കുന്ന രീതിയിലുള്ള വാഗ്ദാനങ്ങൾ സർക്കാർ നൽകിയിരുന്നു. ഇതനുസരിച്ച് സർക്കാർ ഉത്തരവുകളും ഇറങ്ങിയിരുന്നു. എന്നാൽ അതൊന്നും നടപ്പാവാത്തൊരു സാഹചര്യമാണ് പിന്നീടുണ്ടായത്. എൻഡോസൾഫാൻ എല്ലാ ദുരന്തബാധിതർക്കും ധനസഹായം ഒപ്പം തന്നെ 11 പഞ്ചായത്തുകളിലേക്കായി പ്രത്യേക പാക്കേജുകൾ തുടങ്ങി വലിയ സഹായ വാഗ്ദാനങ്ങളാണ് അവർക്ക് സർക്കാർ നൽകിയിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ സർക്കാർ ഉത്തരവുകൾ നൽകിയപ്പോൾ ഉത്തരവുകൾ ഉണ്ടായപ്പോൾ അത് നടപ്പാക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു എൻഡോസൾഫാൻ ദുരന്തബാധിതർ. എന്നാൽ വലിയ കാത്തിരിപ്പ് കഴിഞ്ഞിട്ടും അതൊന്നും നടപ്പാവാത്ത സാഹചര്യം ഉണ്ടായപ്പോഴാണ് അവർ അമ്മമാരും കുട്ടികളും അടക്കമുള്ള എൻഡോസൾഫാൻ ദുരന്തബാധിതരെല്ലാം തന്നെ സെക്രട്ടേറിയറ്റിന് മുന്നിലെത്തി ഭരണസിരാ കേന്ദ്രത്തിന് മുന്നിലെത്തി അനിശ്ചിതകാല പട്ടിണി സമരം നടത്തുന്ന സാഹചര്യമുണ്ടായത്. അവരുടെ ആവശ്യങ്ങൾ അത്രയ്ക്ക് പരിഗണിക്കാവുന്ന ആവശ്യങ്ങൾ തന്നെയാണ്. അവരുടെ സ്ഥിതി വളരെ ദയനീയമാണ് എന്നത് വാർത്താ മാധ്യമങ്ങളിലൂടെ കേരളം മൊത്തം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ്. എന്നാൽ അതിനോടെല്ലാം മുഖം തിരിക്കുന്ന ഒരു നിലപാടാണ് സർക്കാർ കൈക്കൊള്ളുന്നത്. ഈ സാഹചര്യത്തിലാണ് അവർ 3 ദിവസം മുമ്പ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ആരംഭിച്ചത്. പ്രതിപക്ഷ നേതാവ് വി.എസ്. അച്യുതാനന്ദനാണ് അന്ന് അവരുടെ സമരം ഉദ്ഘാടനം ചെയ്തിരുന്നത്.
ചെയ്തിരുന്നത്. പിന്നീട് ജനപ്രതിനിധികളെല്ലാം തന്നെ സമരപന്തലിലെത്തി അവരുടെ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ വീണ്ടും എത്തിയപ്പോഴാണ് ഉടൻ തന്നെ പരിഹാരം ഉണ്ടാക്കണമെന്ന ഒരു ആവശ്യം മുഖ്യമന്ത്രിക്ക് മുന്നിൽ അദ്ദേഹം വെച്ചത്. ടെലിഫോണിലൂടെ അദ്ദേഹം അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുമായി ഇക്കാര്യത്തിൽ തന്റെ നിലപാട് അറിയിക്കുകയായിരുന്നു. പെട്ടെന്ന് പരിഹാരം ഉണ്ടാക്കിയില്ലെങ്കിൽ താൻ തന്നെ അനിശ്ചിതകാല സമരം ഇരിക്കുന്ന സാഹചര്യം ഉണ്ടാകും, അതുകൊണ്ട് പെട്ടെന്ന് ഇവരുടെ ആവശ്യത്തിന് ഒരു പരിഹാരം കാണണമെന്നാണ് ഇന്നലെ പ്രതിപക്ഷ നേതാവ് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടിരുന്നത്. ആ സാഹചര്യത്തിലാണ് ഇന്ന് ചർച്ച നടന്നത്. ഇന്ന് ചർച്ച നടക്കുമ്പോൾ വലിയ പ്രതീക്ഷയാണ് രാവിലെ സമരസമിതി നേതാക്കളെല്ലാം തന്നെ നമ്മോട് പ്രകടിപ്പിച്ചിരുന്നത്. എന്നാൽ അതെല്ലാം ഇപ്പോൾ അസ്ഥാനത്തായിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇക്കാര്യങ്ങളോടെല്ലാം തന്നെ ഒരു സമവായത്തിലില്ല എന്ന നിലപാടിലാണ് സർക്കാർ ഉള്ളത്. എല്ലാ ദുരന്തബാധിതർക്കും സഹായം അല്ലെങ്കിൽ എൻഡോസൾഫാൻ ബാധിതമായ എല്ലാ പഞ്ചായത്തുകളിലും സർക്കാർ പാക്കേജുകൾ എന്ന പ്രധാനപ്പെട്ട ആവശ്യം അംഗീകരിക്കപ്പെട്ടിട്ടില്ല. ഒപ്പം തന്നെ മനുഷ്യാവകാശ കമ്മീഷൻ ഏറ്റവും ഒടുവിൽ സമർപ്പിച്ച റിപ്പോർട്ട് പ്രകാരം 5837 ദുരന്തബാധിതർ ഉണ്ട് എന്നാണ് അതിൽ പറയുന്നത്. അവർക്കെല്ലാം തന്നെ സഹായം ലഭിക്കണമെന്നൊരു ആവശ്യം കൂടെ എൻഡോസൾഫാൻ ദുരന്തബാധിതർ മുന്നോട്ട് വെച്ചിരുന്നു. ഈ ആവശ്യവും അംഗീകരിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ രണ്ട് കാര്യങ്ങളിലാണ് ഇന്ന് പ്രധാനമായും ചർച്ച അലസിപ്പിരിയാൻ കാരണമായിരിക്കുന്നത്. ഈ ആവശ്യവുമായി എന്തായാലും മുന്നോട്ട് പോകുമെന്ന് തന്നെയാണ് സമരക്കാർ ചർച്ചയ്ക്ക് ശേഷം നമ്മെ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഫെബ്രുവരി 3 നടക്കുന്ന ചർച്ചയിൽ പരിഹാരം ഉണ്ടാകുമെന്ന പ്രതീക്ഷയാണ് ഇപ്പോൾ സമരസമിതി നേതാക്കൾ പുലർത്തുന്നത്. അന്ന് പരിഹാരം ഉണ്ടായില്ലെങ്കിൽ സമരം കൂടുതൽ ശക്തമാക്കാനാണ് സമരസമിതി നേതാക്കളുടെ തീരുമാനം. ഒപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് അനിശ്ചിതകാല സമരം ഇവരുടെ കൂടെ ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടും ഉടൻ തീരുമാനമുണ്ടാകുമെന്ന് തന്നെ കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും ഫെബ്രുവരി 3 നടക്കുന്ന ചർച്ച വളരെ നിർണായകമാണ്. എൻഡോസൾഫാൻ ദുരന്ത ബാധിതർ ശക്തമായ സമരമുറകൾ ഒരുപക്ഷെ അന്നു മുതൽ സമരം ഒത്തുതീർപ്പായില്ലെങ്കിൽ ആരംഭിച്ചേക്കാം. എന്തായാലും ഇന്ന് ചർച്ച അലസിപ്പിരിഞ്ഞിരിക്കുന്നു, ചർച്ച തെറ്റിപ്പിരിഞ്ഞിരിക്കുന്നു എന്ന് പറയാവുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇന്ന് നടന്ന ചർച്ചയിൽ ഉണ്ടായിരിക്കുന്നത് എന്ന് പ്രതിപക്ഷ നേതാവിന്റെ വാക്കുകളിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഒരു ഘട്ടത്തിൽ പോലും ഒരു അനുകൂല നിലപാട് മുഖ്യമന്ത്രിയുടെയോ സർക്കാരിന്റെ മറ്റു പ്രതിനിധികളുടെ ഭാഗത്തുനിന്നോ ഉണ്ടായിട്ടില്ല. കൃഷി വകുപ്പ് മന്ത്രി KP മോഹനും ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നും സമാന നിലപാട് തന്നെയാണ് ഉണ്ടായത് എന്നാണ് സമരസമിതി നേതാക്കൾ നമ്മോട് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഫെബ്രുവരി 3 നടക്കുന്ന ചർച്ചയിലാണ് ഇനിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കപ്പെടേണ്ടത്. ഫെബ്രുവരി 3 ചർച്ച പരാജയപ്പെടുകയാണെങ്കിൽ ശക്തമായ സമരം തന്നെയായിരിക്കും എൻഡോസൾഫാൻ ദുരന്ത ബാധിതരുടെ ഭാഗത്തുനിന്നും തലസ്ഥാനത്ത് സാക്ഷ്യം വഹിക്കേണ്ടി വരിക. ജിതിന് MK മുനീറുമായും KP മോഹനുമായും ഇന്നലെ ചർച്ച നടത്തും എന്നായിരുന്നു ആദ്യം ഈ സമരം തുടങ്ങിയ ഘട്ടത്തിൽ ഉമ്മൻചാണ്ടി ഉറപ്പ് നൽകിയിരുന്നത്. ഇത്തരം വിഷയങ്ങളൊക്കെ ഇന്നലത്തെ ആ ഒരു വലിയ രാഷ്ട്രീയ കോളിളക്കത്തിൽ പെട്ട് പോയതാണോ? എന്താണ് അതുമായി ബന്ധപ്പെട്ട് അറിയാൻ കഴിയുന്നത്? നേരത്തെ ഈ ഒരു കാര്യമായിരുന്നു സർക്കാർ മുന്നോട്ട് വെച്ചിരുന്നത്. ഇതിനിടയിലാണ് ഇന്നലെ രാവിലെയോടുകൂടി പ്രതിപക്ഷ നേതാവ് വി എസ് അച്യുതാനന്ദൻ നേരിട്ട് എൻഡോസൾഫാൻ ദുരന്തബാധിതരുടെ സമരപന്തലിലെത്തിയത്. അവിടുന്ന് അദ്ദേഹം അപ്പോൾ തന്നെ മുഖ്യമന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെടുകയായിരുന്നു. അപ്പോഴാണ് ഇന്ന് രാവിലെ തന്നെ ചർച്ച നടത്താമെന്ന കാര്യം മുഖ്യമന്ത്രി അദ്ദേഹത്തെ അറിയിച്ചത്. ഇതിനെ തുടർന്നാണ് ഇന്ന് ചർച്ച നടന്നത്. ഇന്ന് നടന്ന ചർച്ചയിൽ പ്രതിപക്ഷ നേതാവിനൊപ്പം വി ശിവൻകുട്ടി MLA, ഒപ്പം തന്നെ സമരസമിതിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ, ഒപ്പം മുഖ്യമന്ത്രി ഒപ്പം മന്ത്രി KP മോഹനൻ തുടങ്ങിയവരാണ് ഇന്ന് നടന്ന ചർച്ചയിൽ പങ്കെടുത്തത്. ഒപ്പം തന്നെ സൗമ്യ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തുള്ള കലുഷിതമായ മറ്റ് രാഷ്ട്രീയ അന്തരീക്ഷങ്ങൾ ഇവരുടെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കുന്നതിന് ബാധിക്കുന്നു എന്ന് വേണമെങ്കിൽ ഇന്നലെ അംബികാസുധൻ മാങ്ങാട് നമ്മോടൊപ്പം ടെലിഫോൺ ലൈൻ ചേർന്നുണ്ട്. എൻഡോസൾഫാൻ മേഖലയിലെ പ്രവർത്തക കൂടിയായ ശ്രീമതി അംബിക, ഇന്നിപ്പോൾ അന്ന് സമരം തുടങ്ങുന്ന ദിവസം ശ്രീ അംബികാസുധൻ മാങ്ങാട് കേൾക്കാമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്നിപ്പോൾ മുഖ്യമന്ത്രി അന്ന് പറഞ്ഞിരുന്ന ഉറപ്പ് എന്ന് പറയുന്നത് ഇന്ന് ചർച്ച ചെയ്ത് കാര്യങ്ങളിൽ തീരുമാനം ആകാം എന്നതാണ്. പക്ഷെ ഇന്നിപ്പോൾ VS പറഞ്ഞിരിക്കുന്നത് ചർച്ച തെറ്റിപ്പിരിഞ്ഞു എന്ന രീതിയിൽ തന്നെയാണ്. എങ്ങനെയാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ ഈ നിലപാടിനെ എങ്ങനെയാണ് കാണുന്നത് ശ്രീ അംബികാസുധൻ മാങ്ങാട്? വ്യഗ്രത ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഇല്ല എന്നുള്ള ഒരു അവസ്ഥയുണ്ടായപ്പോഴാണ് സമരം തെറ്റിപ്പിരിഞ്ഞു എന്ന് VS പറയുന്നത്. തീർച്ചയായിട്ടും ഈ സമരക്കാർ ഇവിടെ വന്നിട്ട് ഇങ്ങനെയും ഒരു വലിയ സമരം കുഞ്ഞുങ്ങളും ഒക്കെ ആയിട്ട് വരുമ്പോൾ നിവൃത്തിയില്ലാതെ സ്വയം തീരുമാനിച്ചു വരുന്ന അമ്മമാരും കുഞ്ഞുങ്ങളുമാണ്. അപ്പൊ അങ്ങനെ ഒരു സമരം നടക്കുമ്പോൾ ഈ സമരം എത്രയും പെട്ടെന്ന് ഒത്തുതീർപ്പാക്കണം എന്നുള്ള ഒരു താല്പര്യം ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് വേണം. മറിച്ച് നമ്മൾ ഇവരുടെ കയ്യിൽ വ്യക്തമായ കണക്കുകൾ പോലുമില്ല. എത്ര പേര് ലിസ്റ്റിലുണ്ട് എന്ന്, എത്ര പേർക്ക് കൊടുക്കാനുണ്ടെന്നോ അങ്ങനെ കൃത്യമായ ലിസ്റ്റ് പോലും ഇല്ലാതെ, അല്ലെങ്കിൽ ബന്ധപ്പെട്ടവരൊന്നും ഇല്ലാതെ, നമ്മുടെ MLA മാരില്ലാതെ ഒരു ചർച്ച നടത്തിയിട്ട് ഒരു വ്യക്തമായ തീരുമാനത്തിലേക്ക് പോകാനോ നമ്മളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാനോ ഉള്ള യാതൊരു നീക്കവും കാണുന്നില്ല. മറിച്ച് 3-ാം തീയതി മീറ്റിംഗ് നടത്താം, നാളെ സെൽയോഗം കാസർഗോട്ടുണ്ട്, അതിലെല്ലാവരും പങ്കെടുക്കൂ എന്ന് പറഞ്ഞാൽ
കാസർഗോഡ് ഇത് പരിഹരിക്കപ്പെടാത്തതുകൊണ്ടാണല്ലോ എല്ലാവരും തിരുവനന്തപുരത്തേക്ക് വരുന്നത്. നാളെ കാസർഗോഡ് നടക്കുന്ന തെളിയോഗത്തിൽ പങ്കെടുക്കാൻ ഈ ആളുകൾക്ക് അവിടെ എത്താൻ പറ്റുമോ? തെളിയോഗം എന്നുള്ളത് വളരെ നിർജീവമാണ്, പ്രഹസനമാണ്. അപ്പൊ അതിൽ ഒരു കാര്യവും നടക്കുന്നില്ല. അതുകൊണ്ടാണ് നമ്മള് സമരസമിതി എല്ലാവരും കൂടി തിരുവനന്തപുരത്തേക്ക് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു സുപ്രധാനമായ ഒരു വിഷയം, ഈ ചർച്ചകൾ നേരത്തെയും പല ഘട്ടത്തിലും നടന്നതാണ്. ഇത്തരം താൽക്കാലിക ഉറപ്പുകളല്ല വേണ്ടത്, പുനരധിവാസത്തിനുള്ള നടപടികൾ തന്നെയാണ്, പൂർണ്ണമായ നടപടി തന്നെയാണ് വേണ്ടത്. പ്രത്യേകിച്ച് ഇന്നിപ്പോൾ സമരം 3-ാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ്. അതിന്റെ ഗൗരവത്തോടുകൂടി മുഖ്യമന്ത്രി ഈ വിഷയത്തെ കാണുന്നില്ല എന്ന് വ്യക്തമല്ലേ? തീർച്ചയായിട്ടും. കാരണം ഈ നമ്മളിപ്പോ പറയുന്ന ആവശ്യങ്ങൾ, സമരസമിതി ഉന്നയിക്കുന്ന ആവശ്യങ്ങൾ ഇപ്പൊ പുതിയ ആവശ്യങ്ങളല്ല. 2014 മുഖ്യമന്ത്രി തന്നിട്ടുള്ള ഉറപ്പുകൾ പാലിക്കണം എന്നുള്ളതാണ് നമ്മുടെ സമരസമിതിയുടെ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ. മെഡിക്കൽ കോളേജ് സ്ഥാപിക്കുക പോലെയുള്ള കാര്യങ്ങൾ, കടം എഴുതി തള്ളുക, എഴുതി തള്ളും എന്ന് പറയുന്നതല്ലാതെ കടം എഴുതി തള്ളുന്നില്ലല്ലോ. അതുപോലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 2010 8 ആഴ്ചക്കുള്ളിൽ കൊടുക്കണം എന്ന് പറഞ്ഞ കാര്യങ്ങൾ ഇപ്പൊ എത്ര വർഷമായി, 6 വർഷമായിട്ടും കൊടുത്തിട്ടില്ല. പലർക്കും 2ാം ഗഡു കിട്ടിയതല്ലോ, 3ാം ഗഡു കൊടുത്തിട്ടില്ല. ലിസ്റ്റിലുള്ള പകുതിയോളം പേർക്ക് ഇപ്പോഴും കൊടുക്കാനുണ്ട്. 3000-ഓളം പേർക്ക് ഇപ്പോഴും സഹായം കൊടുക്കാനുണ്ട്. അപ്പൊ ഇങ്ങനെ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന ഒരു നിലപാട് സർക്കാരിന്റെ ഭാഗത്തുനിന്നില്ല. അതുകൊണ്ടാണ് ചർച്ച മുന്നോട്ട് പോകാത്തത്. ഇത്തരത്തിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള തുക പോലും എവിടെയോ തങ്ങി നിൽക്കുന്ന ഒരു ഘട്ടമാണുള്ളത്. ഉണ്ട്. ഇപ്പോ 12 കോടി അനുവദിച്ചു കടം എഴുതി തള്ളാൻ എന്ന് പത്രത്തിൽ പ്രസ്താവന വരുന്നത് കുറെ പ്രാവശ്യമായി. പക്ഷെ എന്തുകൊണ്ട് കടം എഴുതി തള്ളുന്നില്ല? അതുപോലെ മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം എന്തുകൊണ്ട് തുടങ്ങുന്നില്ല? മറ്റു കാര്യങ്ങൾ എന്തുകൊണ്ട് നടക്കുന്നില്ല? പക്ഷെ അതിനൊക്കെ പ്രായോഗികമായ തടസ്സങ്ങൾ എന്താണ് ഇവിടെ പറയുന്നത്? പ്രായോഗികമായ തടസ്സങ്ങളൊന്നും പറയുന്നില്ല. എഴുതി തള്ളും. പുനരധിവാസ പ്രവർത്തനങ്ങൾ ഉടനെ തുടങ്ങും, കെട്ടിടത്തിന്റെ പണി ഉടനെ തുടങ്ങും, സ്ഥലം അനുവദിച്ചിട്ടുണ്ട് എന്നല്ലാതെ ഇതൊക്കെ സംഭവിക്കണ്ടേ? പറഞ്ഞാൽ മതിയോ? മരുന്ന് വിതരണം നിലച്ചിരിക്കുന്നു, മറ്റൊരുപാട് കാര്യങ്ങളുണ്ട്. അന്ന് സമരം തുടങ്ങിയ ദിവസം മുഖ്യമന്ത്രി നൽകിയിരുന്ന ഒരു ഉറപ്പ്, മന്ത്രി എം കെ മുനീറുമായും കെ പി മോഹനുമായും ഈ വിഷയത്തിൽ കൂടിക്കാഴ്ച നടത്തും, ചർച്ച നടത്തും, അതിനുശേഷം പൂർണ്ണമായൊരു തീരുമാനമുണ്ടാകുമെന്നാണ്. ആ കൂടിക്കാഴ്ചയ്ക്ക് നിശ്ചയിച്ചിരുന്നത് ഇന്നലെയായിരുന്നു. പക്ഷെ ആ കൂടിക്കാഴ്ച പോലും നടന്നിട്ടില്ല. ഇന്നലെ തീരുമാനിച്ച കൂടിക്കാഴ്ച നടന്നിട്ടില്ല. ഒരുപക്ഷെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സംഭവവികാസങ്ങൾക്ക് പിന്നിലേക്ക് മാത്രമായി പോകുന്ന ഒരു നിലപാടാണോ മുഖ്യമന്ത്രി ഇപ്പോൾ സ്വീകരിക്കുന്നത്? ഒരുപക്ഷെ അങ്ങനെ ഉണ്ടാവാം. അതിലേക്കുള്ള ചർച്ചകളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ദുരിതബാധിതരുടെ പ്രശ്നങ്ങൾക്ക് വേണ്ടത്ര സമയം മാറ്റിവെക്കാൻ കഴിയാത്ത പ്രശ്നം ഉണ്ടാവാം. ഇപ്പോൾ VS പറഞ്ഞത് തെറ്റിപ്പിരിഞ്ഞു എന്ന് തന്നെയാണ്. അത്രയും ഗൗരവതരമായി, അതായത് ഒരു പ്രതീക്ഷ പോലും നൽകാത്ത രീതിയിലേക്കാണ് താൽക്കാലികമായി സമരം അവസാനിപ്പിക്കാൻ ഒരു ഇടപെടലെങ്കിലും CM-ന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകേണ്ടതായിരുന്നു. അതെ, ഇന്ന് തെറ്റിപ്പിരിയുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഒരു കാര്യമുള്ളത്, 3-ാം തീയതി വൈകുന്നേരം 5 മണിക്ക് MLA-മാരും എല്ലാവരും ചേർന്നിട്ട് വീണ്ടും ഒരു സമരം, ഒരു ചർച്ച, വിശദമായൊരു ചർച്ച ചെയ്യാം എന്നുള്ള രീതിയിൽ ഒരു വാഗ്ദാനം നമുക്ക് തന്നിട്ടുണ്ട്. ആ വാഗ്ദാനം നമ്മൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ സമരം വളരെ ശക്തമായി തുടരുന്നു. പക്ഷേ അതുവരെ സമരം മുന്നോട്ട് കൊണ്ടുപോകണ്ടോ? VS പോലും പറഞ്ഞിരുന്നു, ഇങ്ങനെയാണ് നിലപാടെങ്കിൽ ഞാനും ആ സമരത്തിൽ അണിചേരും, പട്ടിണി സമരത്തിലേക്ക് താനും ഇരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ ഒരു കാലതാമസം, 3-ാം തീയതി എന്ന് പറയുന്നത് ഇനിയും ദിവസങ്ങളുണ്ട്. ഇത് ഒരു പക്ഷേ അതിലും കൂടുതൽ അടിയന്തരമായ സാഹചര്യമായി പരിഗണിക്കേണ്ടതല്ലേ? അതെ, തീർച്ചയായിട്ടും ചർച്ച അവസാനിക്കുന്ന ഘട്ടത്തിൽ VS പറഞ്ഞു, ഈ സമരം വളരെ ശക്തമായിട്ട് മുന്നോട്ട് പോകും, ഈ ആളുകളും കുട്ടികളൊക്കെ ഇവിടെ ഇരിക്കും എന്ന് പറയുമ്പോൾ മുഖ്യമന്ത്രി പറയുന്നത് തുടർന്നോട്ടെ എന്നാണ്. എന്നാൽ ഇത് അവസാനിപ്പിക്കണം, കുട്ടികളൊക്കെ തിരിച്ചു പോകട്ടെ എന്ന് പറയുന്നില്ല. ഇത് ഭരണകൂടം ഉണ്ടാക്കിയ ഒരു വലിയ പ്രശ്നമാണ്. കാരണം ഒരു ശത്രു രാജ്യം ആക്രമിച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ, അമ്മമാരെ ഇങ്ങനെ ആക്കിയതല്ല. ഭരണകൂടം തന്നെയാണ് ഇങ്ങനെ ഒരു വലിയ ആപത്ത് ഉണ്ടാക്കി വെച്ചത്. ഭരണകൂടം തന്നെയാണ് നഷ്ടപരിഹാരം നൽകുകയും ആശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്യേണ്ടത്. ഇവിടെ അതാണ് പ്രധാനമായ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പല പദ്ധതികളും പ്രഖ്യാപിക്കപ്പെട്ടിട്ടുണ്ട്, തുക അനുവദിച്ചിട്ടുണ്ട്, അതൊക്കെ എത്തിക്കുക എന്ന ഒരു പ്രാഥമിക നടപടി പോലും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല. ഒരുപക്ഷെ അത്തരം നടപടികളെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ നല്ലൊരു ആശ്വാസം ഈ ഒരു വിഷയത്തിൽ ഉണ്ടായേനെ. അതെ, ഇതിന് ഒരു എൻഡോസൾഫാൻ സെല്ലുണ്ട്. മന്ത്രി KP മോഹനൻ അധ്യക്ഷനായിട്ടുള്ള ഒരു സെല്ലുണ്ട്. ആ സെല്ലാണ് ഈ പ്രവർത്തനങ്ങൾ മുഴുവൻ ജാഗ്രതയോടെ ചെയ്യേണ്ടത്. പക്ഷേ സെല്ലിന്റെ പ്രവർത്തനങ്ങൾ വളരെ നിർജീവമാണ്. ഹലോ,
അങ്ങനെ വിപുലമായ ഒരു ചർച്ച പ്രത്യേകിച്ച് കെ.ബി. മോഹനെയൊക്കെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ സെല്ലിന്റെ പ്രവർത്തനം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അങ്ങനെ ഒരു കാര്യമാണോ നിലവിൽ ഡിമാൻഡ് ചെയ്തിട്ടുള്ളത്? റീഹാബിലിറ്റേഷൻ അതേക്കുറിച്ചൊന്നും ചർച്ച ചെയ്തിട്ടില്ല. ഞങ്ങള് സമരസമിതി സംയുക്തമായിട്ട് പറഞ്ഞത് സെല്ലിന്റെ പ്രവർത്തനങ്ങൾ വളരെ നിർജ്ജീവമാണ്. സെല്ലിലേക്ക് പോയിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ സെല്ലിലെ ഉദ്യോഗസ്ഥന്മാര് ഈ രോഗികളായിട്ടുള്ള ആളുകളോട് ഒട്ടും ഒരു മയത്തിലല്ല പെരുമാറുന്നത് എന്ന് മുനീസ എന്ന് പറയണ്ടായി. മിനിസ്റ്ററുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ട്. അന്നപ്പോൾ മിനിസ്റ്റർ പറഞ്ഞ എന്താണ് കാര്യം? അതേക്കുറിച്ച് അപ്പോൾ മിനിസ്റ്ററുടെ നിലപാട് എന്തായിരുന്നു? മിനിസ്റ്റർ പറയുന്നത് ഞങ്ങൾ സെൽ യോഗത്തിൽ എല്ലാവരെയും കേൾക്കുന്നുണ്ട്, എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കുന്നുണ്ട്, അവിടെ ഒരു പ്രശ്നവുമില്ല, എല്ലാ പരാതികൾക്കും ഞങ്ങൾ പരിഹാരം നൽകിയിട്ടുണ്ട് എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അവിടെയുള്ള ജനങ്ങളുടെ അനുഭവം നേരെ തിരിച്ചാണ്. ഇനിയിപ്പോൾ ഏതായാലും 3-ാം തീയതിയിലെ ചർച്ച വരെ കാത്തിരിക്കുകയാണോ? 3-ാം തീയതി വരെ സമരം തുടരും. 3-ാം തീയതി ചർച്ച എന്താണെന്നനുസരിച്ചിട്ട് തീരുമാനമെടുക്കും എന്നാണ് സമരസമിതി കൺവീനർ ഇപ്പോൾ കുറച്ചു നേരത്തെ അമ്പലത്തറ കുഞ്ഞികൃഷ്ണൻ പിന്നെ മാധ്യമങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. ആണ്. പക്ഷെ സമരത്തിൽ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ സാഹചര്യം കൂടി മുഖ്യമന്ത്രിക്ക് മുന്നിൽ അവതരിപ്പിക്കപ്പെടേണ്ടതുണ്ട്. അതിന് ഈ ചർച്ചയ്ക്ക് മുൻപ് അത്തരം കാര്യങ്ങൾ ഗൗരവതരമായി മുഖ്യമന്ത്രിക്ക് മുന്നിലേക്ക് എത്തിക്കുമോ? തീർച്ചയായിട്ടും അത് VS അദ്ദേഹത്തിന് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങളാണല്ലോ. ഇത്ര ദൂരെ നിന്ന് ഇത്രയും അമ്മമാരും കുഞ്ഞുങ്ങളും ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന പ്രയാസങ്ങള് ഭരണകൂടം കൂടി ആലോചിക്കേണ്ടതല്ലേ? യെസ്, വളരെ നന്ദി ശ്രീ അംബിക സുന്ദരൻ മാങ്ങാടി അവസരത്തിൽ നമ്മോട് സംസാരിച്ചത്. എൻഡോസൾഫാൻ വിഷയം ചർച്ച ചെയ്തിരുന്നു മുഖ്യമന്ത്രിയുമായി രാവിലെ VS അച്യുതാനന്ദൻ. തെറ്റിപ്പിരിഞ്ഞു എന്നാണ് VS പറഞ്ഞത്. 3-ാം തീയതി ചർച്ച നടത്തും എന്നും ആണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരുടെ പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആയിരുന്നു മുഖ്യമന്ത്രിയുമായി രാവിലെ VS അച്യുതാനന്ദൻ ക്ലിഫ് ഹൗസിലെത്തി ചർച്ച ചെയ്തത്. എന്നാൽ മറുഭാഗത്ത് മുഖ്യമന്ത്രി സോളാറുമായി ബന്ധപ്പെട്ട വലിയ രാഷ്ട്രീയ വിവാദങ്ങൾ, കൊള്ളക്കങ്ങൾ, അത്തരം ചർച്ചകളിലൊക്കെ നിൽക്കുന്ന സാഹചര്യത്തിൽ കൃത്യമായ ഒരു പരിഗണന ഈ ചർച്ചയ്ക്ക് നൽകിയില്ല എന്ന പൊതുവായ ഒരു വിമർശനമുണ്ട്. അതുതന്നെയായിരുന്നു VSന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ അല്പം മുമ്പ് കേട്ടതും. യെസ്, ഇപ്പോൾ നമ്മോടൊപ്പം ലീല കുമാരി കൂടി ചേരുന്നുണ്ട്. താങ്കൾക്ക് കേൾക്കാമോ? യെസ്, ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയിൽ VS അതിനുശേഷം യാതൊരു തൃപ്തിയുമില്ലാതെ തന്നെയാണ് VS സംസാരിച്ചത്. അതായത് ചർച്ച തെറ്റിപ്പിരിയുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോയത് എന്നാണ്. അതായത് ആദ്യം സമരം തുടങ്ങുന്ന ദിവസം നൽകിയ CMന്റെ ഉറപ്പ് അനുഭാവപൂർവ്വം പരിഗണിക്കും, ഇന്ന് ചർച്ച എന്ന രീതിയിൽ തന്നെയായിരുന്നു. ഒരുപക്ഷെ പൂർണ്ണമായ ഒരു പുനരധിവാസവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനമാകുമെന്ന പ്രതീക്ഷയും ഉണ്ടായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ചർച്ച തെറ്റിപ്പിരിഞ്ഞിരിക്കുകയാണ്. ഇതിപ്പോൾ ചർച്ച തെറ്റിപ്പിരിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. ശ്രീമതി ലീലാകുമാരി, 15 വർഷം മുമ്പാണ് വിഷം അടിക്കൽ നിർത്തിയത്. അതിന് മുമ്പൊക്കെ വിഷം അടിച്ചുകൊണ്ടിരുന്നത്. അന്നൊന്നും ഒരാൾ ഒരക്ഷരം മിണ്ടിയില്ല. ഇപ്പോഴാണ് ഈ രോഗികൾ ഇപ്പൊ ജനിക്കുന്ന കുഞ്ഞുങ്ങളൊക്കെ എങ്ങനെ ആവുന്നു എന്തുകൊണ്ടാണ്? അവര് നല്ല ഭക്ഷണം കഴിക്കാത്തത് കൊണ്ടാണ്. അവർക്ക് വേണ്ടത് നല്ല വിഷമടിക്കാത്ത ഭക്ഷണം സ്വന്തമായിട്ട് കൃഷി ചെയ്തുണ്ടാക്കണമെങ്കിലേ ലോകം മുന്നോട്ട് പോയുള്ളൂ. ഇങ്ങനെ രോഗം കൊണ്ട് നടന്നു കഴിഞ്ഞാൽ മാത്രം പോരാ. ഒരു സെന്റ് പച്ചക്കറി പോലും ചെയ്യല, ഒരു സാധനവും കൃഷി ചെയ്യല. എല്ലാം ഗവൺമെന്റിൽ നിന്ന് കിട്ടി തിന്നാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരാണ് അവര്. അതും പോലെ അവർക്ക് എന്താ ഈ ചിക്കനും പിന്നെ ഇതൊക്കെ തിന്നാലൊക്കെ രോഗം ഒരുപാട് കൂടും. പക്ഷെ അവര് നല്ല പച്ചക്കറി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ രോഗമൊന്നും ഇല്ലാതാവും. അത്രേ എനിക്ക് പറയാനുള്ളൂ. അവിടെയാണ് ശ്രീമതി ലീലാകുമാരി ഒരു മെഡിക്കൽ കോളേജ് അടക്കമുള്ള ആവശ്യമാണ് ഉള്ളത്. ഈ എൻഡോസൾഫാൻ ദുരിതബാധിതർക്കായി ഉള്ള സെല്ല്, അതിന്റെ പ്രവർത്തനം, ഇവരുടെ ദുരിതബാധിതരുടെ കാര്യങ്ങൾ കേൾക്കുന്നതിന് പോലും അനുഭാവം കാണിക്കാത്ത ഉദ്യോഗസ്ഥരാണ് ഉള്ളത്. അത്തരം പ്രാഥമികമായ ആവശ്യങ്ങളാണ് സമരക്കാർ മുന്നോട്ട് വെക്കുന്നത്. പക്ഷെ അതിൽ പോലും സർക്കാർ ഇങ്ങനെ ഒരു നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇപ്പോഴല്ലേ കാസർഗോഡ് ജില്ലയെ എല്ലാ ആൾക്കും അറിയാൻ തുടങ്ങിയത്? അതിനു മുമ്പൊന്നും കാസർഗോഡ് ജില്ലയെ അവന് ചികിത്സയല്ലായിരുന്നോ? നമ്മള് കേസ് കൊടുത്തപ്പോഴല്ലേ എൻഡോസൾഫാൻ പുറത്തു വന്നത്. അതിനു മുമ്പ് എത്രയോ കൊല്ലം മുമ്പ് തന്നെ വിഷം അടിക്കാൻ തുടങ്ങിയതാണ്. ഇപ്പൊ മെഡിക്കൽ കോളേജ് ഇവിടെ പണി തുടങ്ങിയല്ലോ, ബുക്കിനെടുക്കെ.
ഈ കാസർഗോഡ് മെഡിക്കൽ കോളേജ് പണി തുടങ്ങിയല്ലോ. ഇനി എന്തിനാണ് ഇങ്ങനെ ഈ വിഷമിക്കുന്ന ഈ കുഞ്ഞുമക്കളെ കൊണ്ട് അങ്ങോട്ട് എവിടെ പോയാലും ശരി ആ കുഞ്ഞുമക്കളെ കൊണ്ട് മുമ്പിലിട്ടുകൊണ്ട് കളിപ്പിക്കുന്നത്? ഞാൻ പറയും മക്കളെ എന്തിനു കൊണ്ടുവരുന്ന? അച്ഛനും ഇല്ലേ ഇവർക്ക്, അമ്മ ഇല്ലേ ഇവർക്ക്? അവര് മാത്രം പോലും ഈ മക്കളെ എന്തിനാ കൊണ്ടു നടക്കുന്നതെന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അവരെ കാര്യലാഭത്തിന് വേണ്ടി കൊണ്ടു നടക്കുന്നതാണ്, വേറൊന്നുമല്ല. ഇതിലൊരു പ്രതീക്ഷ ഇനിയുണ്ടോ? ഇത്ര നാളും ഉണ്ടായ അവഗണന തന്നെയാണ് നമുക്ക് മുന്നിലുള്ളത്. ഏത് ഗവൺമെന്റ് ഭരണം വന്നാലും അത്രയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ ഇങ്ങനെ ആരായാലും ഭരിക്കുന്നവർക്ക് ഇതൊന്നും ആദ്യം ചെയ്യാൻ പറ്റില്ല. സ്വന്തം കൂടി വിചാരിക്കണം, അല്ലാതെ വളരെ വളരെ നന്ദി ശ്രീമതി ലീലാകുമാരി അവസരത്തിൽ നമ്മോട് സംസാരിച്ചതിന്. എൻഡോസൾഫാൻ വിഷയത്തിൽ ഇരകളുടെ പുനരധിവാസം വേഗം നടപ്പിലാക്കണം, ഈ വിഷയത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന അലംഭാവം ഉപേക്ഷിക്കണം എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് സെക്രട്ടേറിയറ്റ് മുന്നിൽ നടക്കുന്ന എൻഡോസൾഫാൻ ഇരകളുടെയും അമ്മമാരുടെയും പട്ടിണി സമരം 3-ാം ദിവസത്തിലേക്ക് കടന്ന സാഹചര്യത്തിലാണ് ഈ വിഷയം മുഖ്യമന്ത്രിയുമായി വി.എസ്. അച്യുതാനന്ദൻ ചർച്ച ചെയ്തത്. എന്നാൽ ചർച്ച തെറ്റിപ്പിരിക്കുകയാണെന്ന് വി.എസ്. പറഞ്ഞു. ഫെബ്രുവരി 3-ന് വീണ്ടും ചർച്ച നടത്താം എന്ന് ഉറപ്പു നൽകിയതായും പറഞ്ഞു.